നാട്ടിൽ നടക്കിയ വലിയ കൊലപാതകമാണ് എന്ന് ഉറപ്പായും പറയാം. കാറ് ഉരസി എന്നൊരു നിസ്സാരമായ റോഡിലൊക്കെ സാധാരണമായി സംഭവിക്കുന്ന പരമാവധി ഒരു വാക്തർക്കത്തിൽ ഒതുങ്ങിപ്പോകേണ്ട ഒന്നാണ്. ഇടിച്ചിട്ട് ഏതാണ്ട് കുറേയധികം ദൂരം അങ്ങനെ വലിച്ചിടിച്ച് നിലവിളിച്ചിട്ട് കൊണ്ടുപോയി അങ്ങനെ കൊന്നുകളയുകയായിരുന്നു. നിലവിളിച്ചിട്ടും ഏതാണ്ട് 1 കിലോമീറ്ററോളമാണ് ബോണറ്റിൽ ഐവിനെ വലിച്ചുകൊണ്ട് പോയത്. അപകടത്തിന് ശേഷം ഉദ്യോഗസ്ഥർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. കൊലപാതകം നടന്ന സ്ഥലത്ത് ഫോറൻസിക് പരിശോധന നടത്തുകയാണ്. ശ്യാംകുമാറിലേക്ക് വരും മുൻപ് ഒരു പ്രതികരണം ഒന്ന് കാണാം. അത് ഇന്നലെ തന്നെ ചെയ്തു. ഒരു ഇബിന്ന് പറഞ്ഞ ആള് മരിച്ചിട്ടുണ്ട്. ആളിപ്പോ നിലവിലെ A1 എന്ന് പറഞ്ഞ ആൾക്ക് അദ്ദേഹത്തിനും പരിക്കുണ്ട്. സോ അദ്ദേഹം മെഡിക്കൽ സർവൈലൻസിലാണ് ജിവിൽ ഹോസ്പിറ്റൽ. A2 എന്ന് പറയുന്ന ആള് ഇപ്പൊ നമ്മുടെ കസ്റ്റഡി എടുത്തിട്ടുണ്ട്. മാഡം, ഇയാളുടെ ഈ മരിച്ച ആളുടെ ഫോണിൽ അയാൾ ഇത് റെക്കോർഡ് ചെയ്തിരുന്നു, ഈ ഇവരുമായിട്ടുള്ള വാക്കുതർക്കം അങ്ങനെ വല്ലതും കേട്ടിരുന്നു? റെക്കോർഡർ ഉണ്ട്. നമ്മൾ ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടായിട്ട് അത് പ്രോപ്പറായിട്ട് സീസ് ചെയ്തല്ലേ മാഡം? ആലുവ റൂറൽ CM ഹേമലത IPS പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത്. എന്തായാലും നാട്ടുകാരൊക്കെ പറയുന്നത് ഏതാണ്ട് പൂർണ്ണമായി തന്നെ ശരീര പകുതി ഭാഗം അരഞ്ഞ് ഇല്ലാതായ അവസ്ഥയിലായിരുന്നു അതിൻ്റെ മൃതദേഹം എന്നുള്ളതായിരുന്നു. അത് നിഷ്ഠൂരമായ കൊലപാതകമാണ് എന്ന് ഉറപ്പായും പറയാം. ശ്യാംകുമാറും വിഷ്ണു സുരേഷും ചേരുന്നു. ആദ്യം വിഷ്ണുവിലേക്ക് പോകുന്നു. വിഷ്ണു, ക്രൂരതയുടെ പരമാവധി എന്നൊക്കെ പറയാവുന്ന രീതിയിൽ റോഡിലുണ്ടായ നിസ്സാരമായൊരു വാക്കുതർക്കത്തിൽ മനഃപൂർവ്വം കൊന്നുകളയുകയായിരുന്നു ഇവർ ഏതെങ്കിലും തരത്തിലുള്ള ലഹരിക്കടിമകളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി പരിശോധിക്കേണ്ടതാണ്. ശ്യാം. ഹാഷ്മി, തീർച്ചയായും. കാരണം ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള FIR-ൽ ഈ കുറ്റകൃത്യത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. പ്രതികളുടെ വാഹനവുമായി ഐവിന്റെ കാറ് ഉരസിയതിലുള്ള വാക്കുതർക്കം മൂലം അതിലുണ്ടായ വൈരാഗ്യത്തെ തുടർന്ന് ഈ പ്രതികൾക്ക് ഐവിനെ കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടുകൂടി സംസാരിച്ചുകൊണ്ടിരുന്ന ഐവിനെ കാറിടിപ്പിച്ച് ബോണറ്റിന് മുകളിലേക്ക് വീഴ്ത്തിയും ബോണറ്റിൽ പിടിച്ചുകിടന്ന് നിലവിളിച്ച ഐവിനെ അമിത വേഗത്തിൽ 1 കിലോമീറ്ററോളം ദൂരത്തിൽ കാർ ഓടിച്ചുകൊണ്ട് നായത്തോട് സെന്റ് ജോൺ ചാപ്പലിനും സെന്റ് സെബാസ്റ്റ്യൻസ് കപ്പേളയ്ക്കും ഇടയിലുള്ള റോഡിൽ വെച്ച് സഡൻ ബ്രേക്ക് ചെയ്ത് നിലത്ത് തള്ളിയിട്ട ശേഷം കാറുകൊണ്ട് ഇടിച്ചു കൊലപ്പെടുത്തി. വളരെ കൃത്യമായി തന്നെ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. കൊലപാതകം നടത്തണമെന്ന ഗൂഢാലോചന അത് നടപ്പാക്കിയ ശേഷമാണ് പ്രതികൾ സംഭവ സ്ഥലത്ത് നിന്ന് മാറിയത്. പക്ഷേ അവിടെ നാട്ടുകാർ ഇടപെടുകയും ഒരു പ്രതിയെ പിടിച്ചുവെച്ച് കൈകാര്യം ചെയ്ത് പോലീസിന് കൈമാറുകയുമായിരുന്നു. ഇയാൾ ഇപ്പോൾ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പോലീസ് കാവലിൽ തുടരുകയാണ്. ഇയാളെ ഇപ്പോൾ ആലുവ DYSPയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ പ്രതിയെ ഇന്ന് രാവിലെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത്. 2 പ്രതികളും മദ്യലഹരിയിലായിരുന്നോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഏതായാലും ഈ അപകടത്തിന്റെ തൊട്ടു മുൻപ് ഈ യുവാവ് ഐവിൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ ഈ സംഭവങ്ങൾ മുഴുവനായും ഐവിന്റെ ഫോണിൽ ചിത്രീകരിച്ചിരുന്നു. അതോടുകൂടി പോലീസിന് കൃത്യമായ വീഡിയോ തെളിവുകളടക്കം ലഭിച്ചിട്ടുണ്ട്. ഐവിന്റെ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ആ തെളിവുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് പ്രതികളിലേക്ക് വളരെ വേഗത്തിൽ പോലീസ് എത്തുകയും ചെയ്തത്. അതിക്രൂരമായ ഒരു കൊലപാതകം. കാരണം ഒരു വാക്കുതർക്കം ഉണ്ടാകുകയും പ്രതികൾ സഞ്ചരിച്ച വാഹനം ഉപയോഗിച്ച കാർ ഉപയോഗിച്ച ചെറുപ്പക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മൾക്ക് പ്രേക്ഷകരുമായി പങ്കുവെക്കാനുണ്ടായിരുന്നത്. അതിൻ്റെ CCTV ദൃശ്യങ്ങളിലും ആ ബോണറ്റിൽ ഐവിൻ പിടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ വളരെ കൃത്യമായിരുന്നു. ഏതായാലും ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ ചോദ്യം ചെയ്യൽ ഇപ്പോൾ തുടരുകയാണ്. രണ്ടാം പ്രതിയെയും പോലീസ് ചോദ്യം ചെയ്യുന്നു. 2 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ഐവിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തും. ഏതായാലും ക്രൂരമായ കൊലപാതകത്തിൽ പ്രതികൾക്കെതിരായിട്ട് പോലീസ് കുറ്റം ചുമത്തുകയും ചെയ്തിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത പ്രകാരമുള്ള 110, 118, 103, 3, 5 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഏതായാലും പ്രതികൾ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഹാഷ്മി, ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണെന്ന് ഉറപ്പായും പറയണം. തർക്കത്തിന് പിന്നാലെ കാറെടുപ്പിച്ച് കൊലപ്പെടുത്തി എന്നാണ് പറഞ്ഞത്. CSFന്റെ ഉദ്യോഗസ്ഥരാണ്. ഉറപ്പായും ഒരു ധാർഷ്ട്യം അതിൽ പ്രകടമാണല്ലെന്നുണ്ടെങ്കിൽ കൊടിയ ലഹരിയുടെ ഉപയോഗം എന്തായാലും അതിലുണ്ട്. കാര്യം ഒരു തർക്കത്തിൻ്റെ പേരിലൊക്കെ അങ്ങനെ വണ്ടി ഇടിക്കുക, 1 കിലോമീറ്ററോളം അങ്ങനെ വലിച്ചിഴച്ച് കൊണ്ടുപോവുക, ആ വലിച്ചിഴച്ച് കൊണ്ടുപോകലിൽ ഒരു പാവ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗം അരഞ്ഞു പോവുക എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ക്രൂരമാണ്, പൈശാചികമാണ്. റോഡിലുണ്ടായ ചെറിയ വിഷ്ണു സുരേഷ് കൂടി ചേർന്ന്. വിഷ്ണു, ഇതല്ലാതെ ഇപ്പോൾ റോഡിലുണ്ടായ ചെറിയ ഒരു വാക്കുതർക്കത്തിൻ്റെ പേരിലൊക്കെ ഇപ്പോൾ വണ്ടിക്ക് സൈഡ് കൊടുക്കുക തുടങ്ങിയ റോഡിൽ ഏതാണ്ട് പതിവായി തന്നെ ഉണ്ടാകുന്ന ഒന്നാണല്ലോ. അതിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ അതിക്രൂരമായ നിഷ്ഠൂരമായ കൊലപാതകം ചെയ്തു എന്നാണോ കരുതേണ്ടത്? അതോ കാരണങ്ങൾ മറ്റെന്തെങ്കിലും ഉണ്ടോ വിഷ്ണു?
ഹാഷ്മി, മറ്റൊന്നുമില്ല. ഈ കാറ് തട്ടിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രകോപനം തന്നെയാണ് ഇത്തരത്തിൽ അതിക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അത് ആ ദൃശ്യങ്ങളടക്കം സമാഹരിച്ചുകൊണ്ട് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നാടിനെ നടുക്കിയ ഒരു ക്രൂരത നടത്തിയത് 2 CISF ജവാന്മാരാണെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സാധാരണഗതിയിൽ ഈ CISFന്റെ പരിശീലന ഘട്ടങ്ങളിലൊക്കെ അവർക്ക് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങളിലൊക്കെ എങ്ങനെ സംയമനം പാലിക്കണം എന്ന കാര്യങ്ങൾക്കൊക്കെ കൃത്യമായ വിവരങ്ങളൊക്കെ അവരുടെ ഉന്നത ഉദ്യോഗസ്ഥർ നൽകുന്നതാണ്. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 24-കാരൻ യുവാവിനെ അതിക്രൂരമായി കാറിന്റെ ബോണറ്റിലിരുത്തി ഈ തർക്കം നടന്ന ഈ തോമ്പ്ര റോഡിൽ നിന്ന് ഏകദേശം ഈ നായത്തോട് വരെ 1.5 കിലോമീറ്റർ ഉണ്ട്. ആ 1.5 കിലോമീറ്റർ ആ 24-കാരൻ യുവാവിനെ ബോണറ്റിൽ ഇടിച്ചിട്ടുകൊണ്ടാണ് അവർ യാത്ര ചെയ്തത്. അതിനിടയ്ക്ക് എവിടെ വെച്ച് നിർത്താനോ ഒന്നും അവർ തയ്യാറായിരുന്നില്ല. ഈ പ്രദേശത്തേക്ക് എത്തുന്ന ഘട്ടത്തിൽ ഒരു സഡൻ ബ്രേക്ക് ഇടുകയും പിന്നീട് ഈ ഐവിൻ കാറിൽ നിന്ന് തെറിച്ചു വീഴുകയാണെന്നാണ് മനസ്സിലാവുന്നത്. ഇവിടെ നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന പ്രതികരണം അനുസരിച്ച് അവർ ഓടിയെത്തുമ്പോൾ ഐവിൻ്റെ ഒരു വശം പൂർണ്ണമായും ഉരഞ്ഞ് തീർന്നിരിക്കുന്ന രീതിയിലായിരുന്നു. കൈയും കാലിനും ഒക്കെ പരിക്കുണ്ടായിരുന്നു. ഈ CISF ജവാനും ഈ ഐവിന് തൊട്ട് സമീപത്ത് ഉണ്ടായിരുന്നു. വാഹനം ഓടിച്ചാലും തൊട്ട് സമീപത്ത് ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊക്കെ സമാഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ശാസ്ത്രീയ തെളിവുകളുടെ ശേഖരണം പുരോഗമിക്കുകയാണ്. ഫോറൻസിക്കും ഫിംഗർ പ്രിന്റ് വിഭാഗവും എത്തിയിട്ടുണ്ട്. ഒപ്പം ഈ ക്രൈം സ്പോട്ടിന്റെ വീഡിയോ ദൃശ്യങ്ങളടക്കം ശേഖരിച്ചു വരികയാണ്. മറ്റൊരു കാരണവും പോലീസ് ഈ ഘട്ടത്തിൽ കണ്ടെത്താനായിട്ടില്ല. ഇനി ഇവർ ഏതെങ്കിലും തരത്തിൽ മദ്യപിച്ചിട്ടുണ്ടോ, ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് അറിയാനുള്ളത്. ഉറപ്പായും അത് പ്രധാന കാലമാണ്. കാര്യം MDMA കാലമാണ്, നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇത്തരത്തിൽ MDMA ഉപയോഗിക്കുന്നവർ കണ്ണുമൂക്കുമില്ലാത്ത ഇത്തരം കൊടിയ കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടുന്ന വാർത്തകൾ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ പെടുന്നതാണോ എന്നൊക്കെ പരിശോധനയിൽ മാത്രമേ അറിയൂ. എന്തായാലും ഇപ്പോൾ ആ മൃതദേഹങ്ങളുടെ ഇൻക്വസ്റ്റ് നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. മറ്റ് കാരണങ്ങളൊന്നുമില്ല. റോഡിലുണ്ടായ ചെറിയ തർക്കം, ആ ചെറിയ തർക്കത്തെ തുടർന്ന് കൊലപാതകം എന്ന് പറഞ്ഞാൽ പോരാ, അതിനിഷ്ഠൂരമായ കൊലപാതകം.